പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല നിമിഷത്തിനായിട്ട് ദൈവത്തെ തിരിയുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഇളയവന് കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അല്പസമയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇളയവന് നൽകിയ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. നിത്യേന ഗ്രൂപ്പിലൂടെ വചനം സംസാരിക്കുകയും മറ്റ് വിവിധ പ്രോഗ്രാമുകളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കർത്തൃദാസന്മാരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. സ്തോത്രം. വീണ്ടും വചനത്തിൽ നിന്നും ചില സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് കഴിഞ്ഞ 17 എപ്പിസോഡുകളിലായിട്ട് സംസാരിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുള്ളത്. സ്തോത്രം. അതിൻ്റെ 18ാമത് ഭാഗം ഇന്ന് സംസാരിക്കപ്പെടുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ മനുഷ്യത്വം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് നാം പഠിച്ചുവല്ലോ. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത് പോലുള്ള പ്രാധാന്യം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തിനുണ്ട് എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. അത് എത്ര നാം പഠിച്ചാലും മതിയാകാത്ത വിധത്തിൽ, അഥവാ സ്തോത്രം, പൂർണ്ണമാക്കുവാൻ കഴിയാത്ത വിധത്തിൽ അത്ര അഗാധമായിട്ടുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എന്ന വിഷയം. അതിൽ ചില സുപ്രധാന വിഷയങ്ങൾ ഇന്നും നമുക്ക് സംസാരിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ താൻ ചെയ്തിട്ടുള്ള ചില പ്രവൃത്തികളെക്കുറിച്ച്, തൻ്റെ ചില പദവികളെക്കുറിച്ച് നാം ഇവിടെ പഠിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അതിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലുള്ള അവൻ്റെ പദവികളിൽ ചിലത് നാം ചിന്തിച്ചത്, ഒന്നാമതായി കർത്താവായ യേശുക്രിസ്തു ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് ലോകത്തിൽ വന്നു എന്ന് നാം പഠിക്കുവാനിടയായി തീർന്നു. രണ്ടാമതായി അവനൊരു മധ്യസ്ഥനായിട്ട് കടന്നു വരുവാനിടയായി തീർന്നു. ഒരു മധ്യസ്ഥൻ്റെ പദവി അവൻ അലങ്കരിക്കുവാനിടയായി തീർന്നു എന്ന് പഠിക്കുവാൻ കഴിയുന്നു. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു മഹാപുരോഹിതൻ്റെ പദവി താൻ വഹിച്ചിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. നാലാമതായി അവനൊരു കാര്യസ്ഥനാണ് എന്ന് നാം കഴിഞ്ഞ പാഠങ്ങളിൽ പഠിക്കുവാനിടയായി തീർന്നു. പിന്നീട് നാം പഠിക്കുമ്പോൾ അവൻ ഒടുക്കത്തെ ആദാം എന്ന് തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ 6ാമത്തെ ഭാഗം പഠിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു ഇടയനാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ 7ാമത്തെ ഭാഗം അവനൊരു അപ്പോസ്തലനാണ് എന്ന അവൻ്റെ
മനുഷ്യത്വത്തിലുള്ള പദവിയെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. പിന്നീട് അവനൊരു പ്രവാചകൻ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നീട് അവനൊരു മൂപ്പൻ, മണവാളൻ, ആശ്വാസപ്രദൻ എന്നിങ്ങനെ വിവിധ നിലകളിലുള്ളതായ പദവികൾ താൻ ഈ ഭൂതലത്തിൽ മനുഷ്യത്വത്തിൽ വഹിക്കുവാനിടയായി തീർന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ 12ാമത്തെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് യേശു ക്രിസ്തു രാജാവാകുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. അവൻ വഹിച്ച ഒരു പദവിയാണ് അവൻ രാജാവ് എന്ന പദവി. അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹേരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. കിഴക്ക് നിന്ന് വന്നതായ വിദ്വാൻമാർ അഥവാ രാജാക്കന്മാർ യഹൂദിയ രാജാവായിരിക്കുന്ന ഹേരോദാവിൻ്റെ അടുക്കലാണ് കടന്നു ചെന്നത്. ആ കാലഘട്ടത്തിലെ യഹൂദിയയിലെ രാജാവ് ഹേരോദാവായിരുന്നുവല്ലോ. അപ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ച് കടന്നു എന്നത് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുക്കലാണ്. അവിടെ കടന്നു ചെന്നപ്പോൾ രാജാവിനോട് അവർ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? സ്തോത്രം. ഇത് കേട്ട ഹേരോദാവിനുണ്ടായ മനോഭാവവും അത് മുഖാന്തരമായിട്ട് താൻ തിരഞ്ഞെടുത്തതായ ആ ചിന്താഗതികളെയും അതിൻ്റെ വഴികളെയും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എങ്കിലും ഞാൻ അതേക്കുറിച്ച് പറയുവാനല്ല പ്രധാനമായിട്ടും ആഗ്രഹിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ അവൻ രാജാവാണ് എന്ന അവൻ്റെ രാജ്യത്വത്തെ സംബന്ധിച്ച് പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ വിദ്വാൻമാർ ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. യഹൂദന്മാരുടെ രാജാവായി പിറന്ന ആ ശിശുവിനെ സംബന്ധിച്ച് പറയുന്നത്, അവൻ്റെ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് കണ്ടു. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് അവനെ നമസ്കരിപ്പാനായിട്ടാണ്, അഥവാ അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുന്നു എന്നവർ പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ സ്തോത്രം. സകല മനുഷ്യരും ആരാധിക്കേണ്ടത് ദൈവത്തെയാണ്. ഇവിടെ യേശുക്രിസ്തു ശിശുവായി പിറന്നപ്പോൾ തന്നെ സ്തോത്രം രാജാക്കന്മാർ അവൻ്റെ അടുക്കൽ കടന്നു വരികയാണ് അവനെ ആരാധിക്കുവാനായിട്ട്. സ്തോത്രം. അവർ ചില കാഴ്ചവസ്തുക്കളുമായിട്ടൊക്കെയാണ് കടന്നു വന്നത്. അവനെ ആരാധിച്ച് മടങ്ങിപ്പോയി എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ആ വിഷയം ആ നിലയിലല്ലാത്തതിനാൽ സ്തോത്രം യഹൂദന്മാരുടെ രാജാവിനെ സംബന്ധിച്ച് മാത്രം ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. യഹൂദന്മാരുടെ രാജാവ് ആരാണ് എന്ന് നാം പരിശോധിക്കുകയാണ് ഇന്ന് ഈ സമയത്ത് തിരുവചനത്തിലൂടെ. സ്തോത്രം. സങ്കീർത്തനം 24-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ളതായ വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ,
പണ്ടേ ഉള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇവിടെ വാതിലുകൾ തലകളെ ഉയർത്തി പണ്ടേ ഉള്ളതായ കതകുകൾ ഉയർന്നിരിക്കുവാനും അത് മുഖാന്തരമായിട്ട് മഹത്വത്തിൻ്റെ രാജാവിന് അതിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ അഥവാ ഉയർന്നിരിപ്പാനായിട്ട് സ്തോത്രം ആവശ്യപ്പെടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പിന്നീട് അതിൻ്റെ 8-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. മഹത്വത്തിൻ്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവയാണ്. അവനാണ് യുദ്ധവീരനായ യഹോവ, അവനാണ് മഹത്വത്തിൻ്റെ രാജാവ് എന്ന് ഇവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നു. പിന്നീട് അതിൻ്റെ 9-ാമത്തെ വാക്യഭാഗം വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്: വാതിലുകൾ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കതകുകൾ ഉയർന്നിരിക്കുകയും ചെയ്യണം, മഹത്വത്തിൻ്റെ രാജാവിന് പ്രവേശിക്കേണ്ടതിന് വേണ്ടി. പിന്നീട് അതിൻ്റെ 10-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ കാണുന്നു: മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. സ്തോത്രം. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുമ്പോൾ കോടാനുകോടി സ്വർഗ സൈന്യങ്ങളുടെ ദൈവമാണ് യഹോവ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത് അവനാണ് യഹൂദന്മാരുടെ രാജാവ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. സങ്കീർത്തനം 68-ന്റെ 4-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം: ദൈവത്തിന് പാടുവിൻ, അവൻ്റെ നാമത്തിന് സ്തുതി പാടുവിൻ, മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ, യാഹ് എന്നാകുന്നു അവൻ്റെ നാമം, അവൻ്റെ മുമ്പിൽ ഉല്ലസിപ്പീൻ എന്നവിടെ രേഖപ്പെടുത്തി കാണുകയാണ്. ദൈവത്തിന് പാട്ട് പാടണം, അവൻ്റെ നാമത്തിന് സ്തുതി പാടണം. കാരണം അവൻ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്, അവൻ തന്നെയാണ് സ്തുതിക്ക് യോഗ്യനായവൻ. സകല മാനത്തിനും മഹത്വത്തിനും തേജസ്സിനും ബഹുമാനത്തിനും യോഗ്യനായവൻ അവൻ തന്നെയാണ്. അവൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ്റെ നാമത്തിന് സ്തുതി പാടുവിൻ, മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ, യാഹ് എന്നാകുന്നു അവൻ്റെ നാമം, അവൻ്റെ മുമ്പിൽ ഉല്ലസിപ്പീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. അവനാണ് വഴി നിരത്തേണ്ടത്. അവൻ യാഹാണ്, യഹോവയാണ്. അവൻ്റെ നാമം അങ്ങനെ തന്നെയാണ്. അവൻ്റെ മുമ്പിൽ സകലരും സന്തോഷിക്കുവാൻ, ഉല്ലസിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അതിൻ്റെ 24-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 68-ന്റെ 24-ാമത്തെ വാക്യഭാഗം: ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു, എൻ്റെ ദൈവവും രാജാവുമായവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവമേ, വിശുദ്ധ മന്ദിരത്തിലേക്ക് അഥവാ യെരുശലേം ദൈവാലയത്തിലേക്ക് കഴുതപ്പുറത്ത് എഴുന്നള്ളി വന്നവനായ ആ യാഹ് യഥാർത്ഥമായി ദൈവമാണ് എന്ന് സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്.
നിന്റെ എഴുന്നള്ളത്ത് ഞങ്ങൾ കണ്ടു. എൻ്റെ ദൈവവും രാജാവുമായ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ എന്നവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവവും രാജാവും ആയവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക്, അഥവാ സ്തോത്രം, യഹോവയുടെ ആലോചന പ്രകാരം പണി കഴിപ്പിച്ചതായ ആലയത്തിലേക്ക്, അഥവാ ആ യെരുശലേമിലുള്ളതായ ആ വിശുദ്ധ ആലയത്തിലേക്ക്, സ്തോത്രം, കഴുതയുടെ പുറത്ത് അവൻ എഴുന്നള്ളി വരുന്നതായ ആ കാഴ്ചയെ സംബന്ധിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സെക്കറിയാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വേദഭാഗം വായിക്കുമ്പോൾ, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനായും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതക്കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് കടന്നു വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഖാന്തരമായിട്ട് വിളിച്ചു പറയുന്ന ഒരു വിഷയഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ കഴുതയുടെ പുറത്ത് കയറി വരുന്നവൻ യഹോവയായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ്റെ മുമ്പിൽ നീ ഘോഷിച്ചാനന്ദിക്കുക, നീ ആർപ്പിടുക, നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനായും ജയശാലിയായും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ പരിശുദ്ധനായ കർത്താവ്, സ്തോത്രം, ആരാണ് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിക്കൊണ്ട് അവനെ ആരാധിക്കുകയും അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തത പുലർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യഭാഗം 1 മുതൽ ഉള്ള വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി കാണുന്നത് ഇങ്ങനെയാണ്: അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ത്ഫഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി യെരുശലേമിനോട് സമീപിച്ചപ്പോൾ മലയുടെ അരികിൽ ബേത്ത്ഫഗ എന്ന് പറയുന്നതായ സ്ഥലത്തെത്തിയപ്പോൾ 2 ശിഷ്യന്മാരെ താൻ ഒരു പ്രത്യേക ആവശ്യവുമായി പറഞ്ഞുവിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചുകൊണ്ട് വരുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലണം. സ്തോത്രം. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചുകൊണ്ട് വരണം എന്ന് കർത്താവ് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് കർത്താവ് പറയുന്നു: നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. ഈ കഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ അഴിക്കുന്നത് കാണുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് എന്താണ് ഇതിനെ അഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന് മറുപടി
പ്രൈസ് ദി ലോർഡ്. ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനാണ് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ, തൽക്ഷണം അവർ അവയെ അയക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി കഴുതക്കുട്ടിയെ അഴിക്കുവാൻ പറഞ്ഞു വിട്ടത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സ്തോത്രം, യെരുശലേം ദൈവാലയത്തിലേക്ക് കടന്നു വരേണ്ടുന്ന രാജാവ്, സ്തോത്രം, ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു, എൻ്റെ ദൈവവും രാജാവുമായവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പിന്നീട് സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചത്, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, നീതിമാനായും ബലശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതക്കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്നവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിന്, സ്തോത്രം, യെരുശലേമിലേക്ക് എഴുന്നള്ളി വരേണ്ടതിന് വേണ്ടിയുള്ളതായ കഴുതക്കുട്ടിയെ, സ്തോത്രം, അഴിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പിന്നീട് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്തുണ്ടായതായ ഒരു അനുഭവമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. അതിൽ നസ്രേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു എന്നവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ പലതവണ വിസ്താരം ചെയ്തവനായ പീലാത്തോസ് ഒരു മേലെഴുത്ത് ക്രൂശിന്മേൽ പതിപ്പിക്കുവാനിടയായി തീർന്നു. അതിങ്ങനെയാണ്, നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയ മേലെഴുത്താണ് ക്രൂശിൽ പതിക്കുവാനിടയായി തീർന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ യഹൂദന്മാരുടെ രാജാവോ നീ എന്ന് പീലാത്തോസ് അവനോട് ചോദിച്ചപ്പോൾ, അതെ, ഞാൻ തന്നെ എന്ന് കർത്താവ് ധൈര്യസമേതം അവനോട് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ യഹൂദന്മാരുടെ രാജാവാണ് നമ്മുടെ കർത്താവ്, അഥവാ ഇസ്രായേലിൻ്റെ രാജാവാണ്, സൈന്യങ്ങളുടെ യഹോവയായ ദൈവമാണ്, സൈന്യങ്ങളുടെ രാജാവാണ് എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ അവൻ എടുത്തതായ പദവിയുടെ, അഥവാ രാജാവ് എന്ന നിലയിലുള്ളതായ പദവി അവൻ ധരിച്ചതിനെ സംബന്ധിച്ച് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. സ്തോത്രം. അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നപ്പോൾ അവനെ രാജാവ് എന്ന് സംബോധന ചെയ്യുവാനിടയായി തീർന്നു എങ്കിലും അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ രാജാവാകുന്നു എന്നും, സ്തോത്രം, ദൈവവചനത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, സ്തോത്രം, നഥനയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. നഥനയേലിനെ കർത്താവായ യേശുക്രിസ്തു കാണുമ്പോൾ തന്നെ ഇവൻ സാക്ഷാൽ ഇസ്രായേലിയനാണ്, ഇവനിൽ യാതൊരു വിധമാകുന്ന കപടവുമില്ല എന്ന് നഥനയേലിനെ കുറിച്ച് കർത്താവ് സാക്ഷ്യം പറയുന്നതായിട്ട് നമുക്ക് അതിൻ്റെ മുൻപുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നഥനയേൽ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്തോത്രം. നീ എന്നെ അറിയുമോ
നിനക്കെന്നെ പരിചയമുണ്ടോ എന്നുള്ളതായ അർത്ഥത്തിൽ നഥനയേൽ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു അതിന് കൊടുത്ത മറുപടി ഇതാണ്: നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ തന്നെ നിന്നെ ഞാൻ കണ്ടിരുന്നു എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. അത്തി യഹൂദനെ സൂചിപ്പിക്കുന്നതാണല്ലോ. സ്തോത്രം. നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ നിന്നെ ഞാൻ കണ്ടിരുന്നു എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് നഥനയേൽ യേശുവിനോട് പറഞ്ഞത്: റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന ഉത്തരം പറയുവാനിടയായിത്തീർന്നു. നീ ദൈവപുത്രനാണ്, ദൈവം പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നവനാണ് നീ, യഥാർത്ഥമായി ഇസ്രായേലിന്റെ രാജാവ് തന്നെ എന്നവൻ ഉത്തരം പറയുവാനിടയായി തീർന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ, അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും എന്നവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഇവിടെ മൃഗത്തെ സംബന്ധിച്ച്, എതിർ ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുഞ്ഞാടായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. സ്തോത്രം. കുഞ്ഞാട് എന്നുള്ളത് മാത്രമല്ല, അവൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകുന്നു എന്നും വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇവിടെ കർത്താവിന് പറഞ്ഞിരിക്കുന്ന പേര്, അവൻ കുഞ്ഞാടാണ്, അവൻ കർത്താവാണ്, കർത്താതി കർത്താവാണ്, രാജാതി രാജാവാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും എന്നാണ് കാണുവാൻ കഴിയുന്നത്. കുഞ്ഞാടിനോട് പോരാടുന്ന, സ്തോത്രം, ഈ എതിർ ക്രിസ്തുവിനെയും അവൻ്റെ അനുയായികളെയും ജയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ശക്തനായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൻ മാത്രമല്ല, തന്നോടുകൂടെ വിളിക്കപ്പെട്ടവരായ വിശ്വസ്തരുമായ ആ ദൈവമക്കളും അവരോടുകൂടെ ഉണ്ടായിരിക്കും. അവനെ ജയിക്കുവാനിടയായിത്തീരുമെന്ന് കർത്താവ് പറയുവാനിടയായിത്തീർന്നു. നമ്മളിവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവ് രാജാവാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അവൻ സാക്ഷാൽ സർവശക്തനായ ദൈവമാണ്. എന്നാൽ അവൻ്റെ മനുഷ്യത്വത്തിൽ അവൻ എടുക്കപ്പെട്ടിരിക്കുന്ന പദവി, ഇപ്പോൾ പല പദവികളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു എങ്കിലും ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് അവൻ രാജാവ് എന്ന ആ പദവിയെ സംബന്ധിച്ചാണ്. വെളിപ്പാട് പുസ്തകം തന്നെ 19-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്ന എഴുത്ത് ഇങ്ങനെയാണ്: രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു എന്നാണ്. സ്തോത്രം. രാജാതി രാജാവും കർത്താതി കർത്താവുമാണ് എന്ന ആ നാമം, ആ പേര് അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു എന്ന് തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് അഥവാ യേശു ക്രിസ്തു അവൻ്റെ മനുഷ്യത്വത്തിൽ അവൻ രാജാവാണ്. എന്നാൽ അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ ഇസ്രായേലിൻ്റെ രാജാവാണ്, സൈന്യങ്ങളുടെ രാജാവാണ്. സ്തോത്രം. സർവഭൂമിയുടെയും രാജാവാണ് എന്ന് കർത്താവിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും
കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. അവിടെ രേഖപ്പെടുത്തി നാം കാണുന്നത് ധന്യനായ ഏക അധിപതി. സ്തോത്രം. അവനല്ലാതെ സകലത്തിൻ്റെയും അധികാരമുള്ളവനായി ഒരുത്തനുമില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ധന്യനായ ഏക അധിപതിയാണ് നമ്മുടെ കർത്താവ് അഥവാ യേശു ക്രിസ്തു. സാക്ഷാൽ ദൈവമാണ് എന്നതിൻ്റെ ശരിയായിട്ടുള്ള ഒരു പഠനമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അവൻ ധന്യനായ ഏക അധിപതിയും വേറെ അധികാരികളോ സ്തോത്രം സ്ഥാനീയനോ ഒന്നും മറ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ സ്തോത്രം പ്രവാചക പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് സ്തോത്രം ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും എന്നാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ് എന്ന് നമുക്ക് പ്രവാചക പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയുന്നു. ഇവിടെ പറയുന്നു ധന്യനായ ഏക അധിപതി യേശുക്രിസ്തുവാകുന്നു എന്നാണ്. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായി താൻ മാത്രം അമർത്യതയുള്ളവൻ. സ്തോത്രം. അവൻ യഥാർത്ഥത്തിൽ മർത്യനല്ല. അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നു എങ്കിലും താൻ അമർത്യതയുള്ളവനാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണവൻ. ആർക്കും അവനോട് അടുത്തുകൂടാതെ വണ്ണം സ്തോത്രം ശക്തമായ വെളിച്ചത്തിൽ തേജസ്സിൽ വസിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യരാരും കാണാത്തവനാണവൻ, കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ അവൻ ശക്തമായ അഥവാ ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ പ്രകാശമായി ശോഭിക്കുന്നതായ കർത്താവ്. മനുഷ്യർക്ക് അവനെ കാണുവാൻ കഴിയുകയില്ല. പ്രകാശം കാണുവാൻ കഴിയുമെങ്കിലും സ്തോത്രം പൗലോസിനെ അഥവാ ശൗലായിരിക്കുമ്പോൾ സ്തോത്രം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് അവനെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം അവനെ ചുറ്റിമിനി എങ്കിലും സ്തോത്രം അവൻ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സ്തോത്രം ഒരു ശബ്ദം അവൻ കേട്ടു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ളതായ ശബ്ദം. ഈ ശബ്ദം കേട്ടപ്പോൾ ഇത് അമാനുഷികമായ ശബ്ദമാണെന്ന് ശൗലിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് അമാനുഷികമായ ശബ്ദമെന്ന് മനസ്സിലാക്കിയപ്പോൾ, സാക്ഷാൽ ദൈവമാണ് സംസാരിക്കുന്നതെന്ന് താൻ മനസ്സിലാക്കിയപ്പോൾ, തനിക്കറിയാവുന്ന ഒരേ ഒരു ദൈവം യഹോവയായ ദൈവമാണ്. താൻ അവനോട് ചോദിക്കുകയാണ്, നീ ആരാകുന്നു യഹോവേ, അഥവാ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുവാനിടയായി. യഹോവയായ ദൈവം, കർത്താവായ ദൈവം അവനോട് പറഞ്ഞത്, നീ ഉപദ്രവിക്കുന്ന നസറേയനായ യേശു ആകുന്നു ഞാൻ എന്ന് പറയുവാനിടയായിത്തീർന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ആർക്കും കാണുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. മനുഷ്യരാരും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയുമില്ല. എന്നാൽ ഏത് സമയത്ത് അവൻ്റെ പ്രത്യക്ഷത ഉണ്ടാകണമെന്ന് അവൻ ചിന്തിക്കുന്നു, ആ സമയത്ത് അവൻ ആ പ്രത്യക്ഷത വരുത്തും എന്നാണ് ഇവിടെ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് സകല ബഹുമാനവും നിത്യബലവും അവനുണ്ടാകട്ടെ എന്നും അവിടെ കാണുവാൻ കഴിയുന്നു. ആമേൻ. അങ്ങനെ തന്നെ, യാതൊരു മാറ്റവുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ ദൈവം ഏക ദൈവമാണ്. അവൻ ഇസ്രായേലിൻ്റെ രാജാവാണ്, സർവഭൂമിയുടെയും രാജാവാണ്. അവൻ തന്നെയാണ് യഹൂദന്മാരുടെ രാജാവ്. സ്തോത്രം. അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. അവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സകലത്തിൻ്റെയും രാജാവായിരിക്കുന്നു. ഇനി 1000
സംവത്സരം അവൻ ഭൂമിയെ വാഴുവാൻ രാജാതിരാജാവായിട്ട് വരും. സ്തോത്രം. എന്നാൽ 1000 സംവത്സരത്തെ വാഴ്ചയ്ക്ക് ശേഷം ചില നാളുകൾ കൂടെ കഴിഞ്ഞ് അവൻ നിത്യരാജാവായി എന്നേക്കും സകല ഭൂമിയുടെയും രാജാവായി അവൻ വാഴുവാനിടയായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും അവൻ്റെ നാമത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ സകല മനുഷ്യരും അന്നാളിൽ ലജ്ജിച്ചു പോകുവാനിടയായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വിരോധമായി വെല്ലുവിളികൾ ഉയർത്തുന്നതായ മറ്റ് ഇതര ഉപദേശങ്ങളിൽ നിൽക്കുന്നവരും സാത്താന്യമായ ആലോചന പ്രകാരം നടക്കുന്നവരുമായ വ്യക്തികൾ, സ്തോത്രം, പല വിധത്തിലുള്ളതായ വെല്ലുവിളികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, നശിച്ചു പോകാതിരിക്കേണ്ടതിന് ജീവനുള്ള ദൈവമായ കർത്താവിനെ നിങ്ങളുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ നിത്യതയിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ, നിങ്ങൾക്ക് പങ്കാളികളായി തീരുവാൻ കഴിയും. ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ എത്ര വലിയവനായിട്ട് ഏതെല്ലാം തരത്തിലുള്ളതായ നേട്ടങ്ങൾ കൈവരിച്ച് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കി ഞാൻ പ്രവാചകനാണെന്നോ ഞാൻ അപ്പോസ്തലനാണെന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ളതായ ആ സ്വയപ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഈ ലോകത്തിൽ വിലസുന്നവരായ സകല പ്രിയപ്പെട്ടവരും ശത്രുവിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ സാത്താന്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സാത്താന്യമായ പ്രവർത്തനങ്ങളെ വിട്ട് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആ ഏക സത്യ ദൈവത്തിൽ വിശ്വസിച്ച് അവൻ മാത്രമാണ് അമർത്യതയുള്ളവൻ, അവൻ ഏകാധിപതിയാണ്. ആ ഏകാധിപതിയും രാജാവും കർത്താവുമായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ അവൻ്റെ നാമത്തിനു വേണ്ടി വിശ്വസ്തമായി നിലകൊള്ളുവാൻ സകല ഭൂവാസികളോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കേൾവിക്കാരായിരിക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം, വിശ്വസിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മ നിറവോടെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ജീവിക്കുക, പ്രവർത്തിക്കുക. കർത്താവ് വരാറായി. എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇത്രയും സമയം തിരുവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതുകൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഗ്രൂപ്പിൻ്റെ സംഘാടകരായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെയും സ്വതന്ത്രം കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അല്പ നിമിഷങ്ങൾ നിൻ്റെ സന്നിധിയിൽ നിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ എളിവന ഭാഗ്യം നൽകിയതുകൊണ്ട് സ്തോത്രം. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ അടിയൻ സംസാരിക്കപ്പെട്ടതായ വചനം മറ്റേവർക്കും അനുഗ്രഹമായി തീരുവാനും ജീവരക്ഷ പ്രാപിക്കുവാൻ ഉതകുന്നതുമായി തീരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ദാസന്മാരെ അനുഗ്രഹിക്കണം, ദൈവജനത്തെ അനുഗ്രഹിക്കണം. ഇളയവനെ എന്ന് ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. മഹത്വം ഇരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം.